നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം 28-ന് നടക്കും. നെഹ്റു ട്രോഫി ബോട്ട് റേസ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. മനീഷ് മഹിബാലുണ്ട് ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, അപ്പോൾ ഇത് നമ്മളടക്കം മുന്നോട്ട് വെച്ച ആവശ്യമായിരുന്നു, വേണം വള്ളംകളി എന്നൊരു ക്യാമ്പയിൻ സ്വഭാവത്തിൽ തന്നെ. അപ്പോൾ ഒടുവിൽ ഇക്കാര്യത്തിൽ തീരുമാനം വരികയാണല്ലേ മനീഷ്? ഉന്മേഷ, ലോകമെമ്പാടുമുള്ള വള്ളംകളി ആരാധകർക്ക് പ്രതീക്ഷയേകുന്ന വലിയ വാർത്തയാണ്. വള്ളംകളി ആരാധകർ അവർ കാത്തിരുന്നത് പോലെ തന്നെ അവരുടെ വലിയ പരിശ്രമമായിരുന്നു. സോഷ്യൽ മീഡിയയിലടക്കം വലിയ ക്യാമ്പയിനുകൾ നടത്തി. 24-ഉം വേണം വള്ളംകളി എന്ന ക്യാമ്പയിനുമായി ഇവർക്ക് പിന്തുണയായി മുന്നോട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ മാസം 28-ാം തീയതി നടത്താനുള്ള ശുപാർശ, വള്ളംകളി സംരക്ഷണ സമിതിയുടെ ശുപാർശയുടെ വാർത്ത പുറത്തുവിട്ടിരുന്നു. ഈ തീയതി തന്നെ ആയിരിക്കും വള്ളംകളി നടത്തുക എന്ന വാർത്തയും പുറത്തുവിട്ടിരുന്നു. ഇന്ന് ഇതാ സർക്കാർ തീരുമാനം. കൃഷിമന്ത്രി പി പ്രസാദ് നെഹ്റു ട്രോഫി ബോട്ട് റേസേഴ്സ് സൊസൈറ്റി അതിൻ്റെ മീറ്റിംഗിൽ, യോഗത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ 28-ാം തീയതി നടത്താമെന്ന സർക്കാർ നിർദ്ദേശം യോഗത്തെ അറിയിച്ചു. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന വിവരം കൂടി മന്ത്രി അറിയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ യോഗത്തിൽ മറ്റ് പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടത് ഈ നെഹ്റു ട്രോഫിക്ക് നൽകുന്നത് 1 കോടി രൂപയാണ്. നേരത്തെ തന്നെ വിവാദമായത് ടൂറിസം വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലെ ബേപ്പൂർ ഫെസ്റ്റിന് 2.25 കോടി രൂപ കൊടുക്കുമ്പോൾ ഇവിടെ ലോകം ശ്രദ്ധിക്കുന്ന ഒരു വള്ളംകളിക്ക് 1 കോടി രൂപ കൊടുക്കുന്നതിലെ വിവേചനം ചർച്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ തുക വർദ്ധിപ്പിക്കണം, സർക്കാർ നൽകുന്ന തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം പ്രതിപക്ഷ MP-മാർ ഇവിടെ ഓൺലൈൻ വഴി ആവശ്യപ്പെട്ടിരുന്നു. ഓൺലൈൻ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അവർ അതിൽ മറുപടിയായി നൽകിയത് കേന്ദ്ര സഹായം കൂടി നൽകുന്നതിനെ പറ്റി കൂടി MP-മാർ അതിൻ്റെ സഹായം നൽകുന്ന കാര്യം കൂടി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വള്ളംകളി മാത്രമല്ല ഈ സംരക്ഷണ സമിതിയുടെ ആവശ്യം, അവർക്ക് CBL കൂടി അവർ ആവശ്യപ്പെടുന്നുണ്ട്. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് എന്ന 12 മത്സരങ്ങളുള്ളൊരു സീസൺ മത്സരം, നെഹ്റു ട്രോഫി ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ എല്ലാ വർഷവും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടത്തുന്നതാണ്. സർക്കാർ അതിന് 9 കോടിയോളം രൂപ നൽകുമായിരുന്നു. പക്ഷേ ഇത്തവണ ഈ വയനാട് പശ്ചാത്തലത്തിൽ CBL നടത്തേണ്ട എന്ന തീരുമാനം റദ്ദാക്കുന്ന തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ അതുകൂടി നടപ്പാക്കണം എന്നത് കൂടി ആവശ്യം വള്ളംകളി സംരക്ഷണ സമിതി മുന്നോട്ട് വെക്കുന്നത്. എന്താണെങ്കിലും ഈ മാസം 28-ന് തന്നെ വള്ളംകളി ഉച്ചയ്ക്ക് 2 മണിക്കാണ്. മുഖ്യമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കും. ഉന്മേഷ്. മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി.